ഹായ്, ഇന്നർ വർക്കിൽ മെഡിറ്റേഷനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹീലിംഗ്. ഹീലിംഗ് ചെയ്യുന്നവർ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സോൾ പ്യൂരിഫൈ ആകാൻ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വേദനകളെയും നെഗറ്റീവ് ഇമോഷൻസിനെയൊക്കെ ഹീൽ ചെയ്യേണ്ടതുണ്ട്. 4 ഹീലിംഗ് ടെക്നിക്സിനെ പറ്റി ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇത് കൂടാതെ തന്നെ ചക്ര ഹീലിംഗ് എന്നും പറഞ്ഞൊരു മറ്റൊരു ഏരിയ ഉണ്ട്. അത് ഒരുപാട് പറയാനുണ്ട്. അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിടാം. ഇന്നർ വർക്കിൻ്റെ എല്ലാ പാർട്സും കഴിഞ്ഞിട്ട് വീഡിയോ ആയിട്ട് ഇടാം. ഓരോരുത്തരുടെയും ഉള്ളിലെ പ്രശ്നങ്ങൾ പലതാണ്. അത് അവരവർക്ക് മാത്രമേ അറിയുള്ളൂ. അതിനനുസരിച്ച് സ്വയം ഹീലിംഗ് ടെക്നിക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആലോചിച്ചെടുത്ത ആ പ്രശ്നങ്ങൾ അത് എഴുതി വെക്കണം, അല്ലെങ്കിൽ അത് മറന്നുപോകാൻ ചാൻസ് ഉണ്ട്. ഇനി ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഹീലിംഗ് എന്നും ചെയ്യേണ്ടുന്ന ഒരു ഇന്നർ വർക്കല്ല. ഉള്ളിലെ പ്രശ്നങ്ങൾ ആലോചിച്ച് കണ്ടെത്തുമ്പോൾ തന്നെ ടൈം ഒരുപാട് ആകുന്നത് കൊണ്ട് ഈ ഇന്നർ വർക്കിന് ടൈം കൂടുതലെടുക്കും. ഒരാഴ്ച കൂടുമ്പോഴോ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഹീലിംഗ് ചെയ്യാം. ഹീലിംഗ് ഒരൊറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ പോരാ. നമ്മുടെ പ്രശ്നങ്ങളും നെഗറ്റീവ് ഇമോഷൻസും ഇല്ലാതാകുന്നത് വരെ ഹീലിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ ഹീലായോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഹീലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ആവർത്തിച്ച് ഹീലാക്കി കഴിയുമ്പോൾ വീണ്ടും ആ ഇമോഷൻസ് ഉണ്ടാകാൻ കാരണമായ സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടായാലും നമുക്ക് ആ ഇമോഷൻസ് വരില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഉള്ളിലെ സ്വാർത്ഥത എന്ന ഇമോഷനെ നിങ്ങൾ ഹീലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ഹീൽ ചെയ്തു എന്നിരിക്കട്ടെ. നിങ്ങൾ പൂർണ്ണമായിട്ട് ഹീലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് തോന്നുന്ന സ്വാർത്ഥത ഉണ്ടാകാൻ കാരണമാകുന്ന ആ ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും നിങ്ങളിൽ ആ വികാരം ഉണ്ടാകത്തതേയില്ല. മനസ്സിലായോ? ഇനി ഡിവൈൻ എങ്ങനെയാണ് നിങ്ങളെ ഹീലായോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഉള്ളിലെ ഇത്തരം പ്രശ്നങ്ങളും ഇമോഷൻസും ഒക്കെ ഉണ്ടാകാൻ കാരണമായ ലൈഫ് സിറ്റുവേഷൻസില്ലേ, അത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ DMനെ കൊണ്ട് നിങ്ങളെ ട്രിഗർ ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിലൊന്നും ഈശ്വരനെ പഴിക്കാതെ ആ ടെസ്റ്റുകളിലെല്ലാം വിജയിക്കാൻ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.